ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് കണ്ടൻറ്റിന് തപ്പി നടക്കണ്ടായിരുന്നു. ഇത് ക്രിസ്മസ് കഴിഞ്ഞപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാക്കോച്ചി ഒരു ബോക്സും കൊണ്ട് വന്നിട്ട് പറയാ, ഒരു വണ്ടി ഉണ്ടാക്കി തരുമോ അമ്മാന്ന്. അപ്പോൾ നമുക്കൊരു കണ്ടൻറ്റും കിട്ടി, അവനൊരു വണ്ടിയും ആവും. അപ്പം അവനും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ എന്താക്കി, ഞാൻ ആദ്യം കാർഡ്ബോർഡിൽ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് കാറിൻ്റെ ഷേപ്പിലൊരു വരച്ചിട്ട് കട്ടാക്കി എടുക്കുവാണ്. അങ്ങനത്തെ 2 പീസ് വേണം. അങ്ങനത്തെ 2 പീസ് കട്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് വേണം. ബേസിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പം വരച്ചെടുക്കുവാണ്. വരച്ചെടുത്തിട്ട് കട്ടാക്കി എടുക്കണം. അത് നമുക്ക് എത്ര വീതി വേണ്ട ആ വീതിക്ക് അനുസരിച്ച് വരച്ചെടുക്കുക. അതൊന്ന് കട്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രോ വേണം. 2 പീസ് സ്ട്രോ വെക്കണം ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട്. അത് നമുക്ക് വീല് ചക്രം ഇത് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നേ. ചക്രം മറ്റേ കമ്പിയിൽ ഫിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കയറ്റാൻ. അതിനാണ് ഈ 2 സ്ട്രോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്നതിന് പകരം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മറ്റേ കളർ ഷീറ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിക്കുമ്പം 2 എണ്ണത്തിൻ്റെത് ഓപ്പോസിറ്റ് സൈഡായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഒരെണ്ണം സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇനി ഒരെണ്ണത്തിൻ്റെത് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് സർക്കിൾ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ടാക്കിയിട്ട് ഒട്ടിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു വീൽ ക്യാപ്പ് പോലെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡറും മറ്റേ ഗ്ലാസും അതൊക്കെ ഒന്ന് ബ്ലാക്കിൽ വരച്ചെടുക്കാം. കാറിൻ്റെ രണ്ട് സൈഡിൻ്റെതും അതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം.
നമുക്കിനി ആ വീല് ആക്കിയതിൻ്റെ ചക്രം ആക്കിയതിൻ്റെ സൈഡ് ഒന്ന് നമുക്ക് കവറാക്കി എടുക്കണം. അത് ബ്ലാക്ക് ഡ്രോയിങ് ഷീറ്റ് അതിൻ്റെ അളവിനനുസരിച്ച് കട്ടാക്കിയിട്ട് അതൊന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് രണ്ട് സൈഡില്ലേ മറ്റേ കാറിൻ്റെ രണ്ട് സൈഡ്സ് ഉള്ളത് നമുക്കതൊന്ന് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് രണ്ട് സൈഡും കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ ഉള്ളിൽ രണ്ട് പീസുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് പീസും അടുത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഡ്രോയിങ് ഷീറ്റ് വെച്ചിട്ടൊന്ന് കവറാക്കി കൊടുക്കാം. അതിൻ്റെ അളവിനനുസരിച്ച് കട്ടാക്കി ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ചതിന് ശേഷം ആ ഡ്രോയിങ് ഷീറ്റിൻ്റെ മുകളിലേക്ക് യെല്ലോ കളർ ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സൈസിന് അളവിന് എക്സ്ട്രാ വരുന്നതൊക്കെ കട്ടാക്കി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗ്ലാസിൻ്റെതൊന്ന് കളറാക്കി കൊടുക്കാം. അത് ചോക്കോ പാട്ട് പാട് ചോക്കോ. അങ്ങവാണ് അങ്ങവാണ് തോന്നില്ല
എണ്ണ അമ്പലി അമ്പലിക്ക് ഉള്ളില് കുഞ്ഞെണ്ണോ അപ്പൊ ആകാശം കത്തിച്ചതും കുഞ്ഞെല്ലാം കരകിട്ടും വെള്ളേ പാട്ട് കാറിൽ കാറിൽ ഓടുന്ന ഓടുങ്ങ ഓടുങ്ങ ഉയരുന്നവാ കടകളെ ഉയരുന്നവാ കടകളെ ഉയരുന്നവാ കടകളെ. നമുക്ക് ഇനി വീല് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി നോക്കിയിട്ട് കട്ടിയുള്ള കമ്പി വേണമായിരുന്നു. കമ്പിയില്ല, അപ്പം എൻ്റെ കയ്യിൽ നൂൽക്കമ്പിയല്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി പേപ്പർ ചുറ്റിയിട്ട് ഒന്ന് ഫിക്സ് ആക്കാൻ നോക്കുവാണ്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ നൂൽക്കമ്പി വെച്ചിട്ടും വേറെ സെപ്പറേറ്റ് ആക്കി നോക്കി, അതും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി നൂൽക്കമ്പി ഈ പേപ്പറിനകത്തോടെ കയറ്റിയിട്ട് വീലൊന്ന് ഫിക്സ് ആക്കി നോക്കി. എന്നിട്ട് പിന്നെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു, വീൽ ഓടുന്നുണ്ടായിരുന്നു, റൗണ്ട് വീൽ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് കട്ടിയുള്ള കമ്പി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഫിക്സ് ആക്കിയാലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഒരു വീലയിൽ ഫിക്സ് ആക്കിയിട്ട് ടയറിൽ ഫിക്സ് ആക്കിയിട്ട് ആ നീളമായിട്ട് കമ്പി പോലെ ആക്കിയില്ലേ, അത് ആ സ്ട്രോയുടെ അകത്തോടെ കയറ്റിയിട്ട് ഇപ്പോഴത്തെ വീലും കൂടി ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിലത്തെ ചക്രവും ബാക്കിലത്തെ ചക്രവും ഒരേപോലെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാറ് റെഡിയായി. പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഒരുമാതിരി കാറിൻ്റെ ഷേപ്പൊക്കെ ആയി. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പിള്ളേർക്ക് കൊടുത്തു നോക്കൂ, അവർക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.